ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര പൂനെ കടിക്കി മലയാളി സമാജത്തിൻ്റെ ഓണം സെലിബ്രേഷനാണ്. എന്നാൽ നമുക്ക് ചെറിയൊരു വീഡിയോയിലേക്ക് പോകാം. ഒരു 11 മണിക്ക് ഇവിടെ പരിപാടി സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. അതിനിടയിൽ നമ്മുടെ പൊന്നും കണ്ണും കൂടി ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഈ കാണുന്നത് ചെറിയൊരു ഡാൻസിൻ്റെ പ്രാക്ടീസാണ്. ഇന്നിവരുടെ പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്രാക്ടീസ് നടത്തലാണ്. നമ്മുടെ ചങ്കത്തികൾ ഓരോന്നായിട്ട് കടന്നു വരുന്നുണ്ട്. ഇങ്ങനൊരു പരിപാടി വെക്കുമ്പോഴേ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് കാണാനും അങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ. കുറേ ആൾക്കാർ പുറത്തൊക്കെ താമസിക്കുന്നവരാണ്. അങ്ങനെ നമ്മുടെ മക്കളുടെ പരിപാടിയൊക്കെ സ്റ്റേജിൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഞാനും വരട്ടെ എന്നുള്ള പാട്ടാണ് ഈ ഡാൻസ് കളിക്കുന്നത്. സാത്തിക്കുട്ടിനെ ആദ്യമായിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറുന്നത് ഭയങ്കര പേടിയായിരുന്നു. ഡാൻസ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. പക്ഷേ സ്റ്റേജിൽ കയറിയപ്പോൾ ആൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു പേടിച്ചിട്ട്. ഞാൻ പിന്നെ സൈഡിലോട്ട് മാറിയെന്ന്. അമ്മമാരെ കാണുമ്പോൾ മക്കൾക്കൊരു പ്രത്യേക ഒരു ഇതാണല്ലോ. അങ്ങനെ ചെറിയൊരു കുട്ടികളെ തൊട്ടിട്ട് വലിയ ആൾക്കാരെ വരെ ഒരുപാട് പരിപാടികൾ ഈ സ്റ്റേജിലുണ്ടായിരുന്നു. പരിപാടിക്ക് ശേഷം റോസാപ്പൂക്കളും പിന്നെ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ സദ്യ കഴിക്കാനുള്ള പുറപ്പാടിലാണ്. സദ്യ കഴിക്കാൻ 3 തരം കൂപ്പണുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഓറഞ്ച് കളറായിരുന്നു. രണ്ടാമത്തെ ട്രിപ്പായിരുന്നു ഓറഞ്ച് കളർ ഇരിക്കേണ്ടത്. അങ്ങനെ ഏകദേശം ഒരു 2 മണിയായി കാണും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴത്തേക്കും. ഇലയിട്ട് ഐറ്റംസുകളൊക്കെ വന്നുകൊണ്ടേയിരുന്നു. സിനിമയിൽ പറഞ്ഞ പോലെ അവിയൽ വന്നു, കാളൻ വന്നു, അച്ചാർ വന്നു, പുളിയിഞ്ചി വന്നു. അങ്ങനെ ഓരോന്ന് വരുന്നതിന് ഞങ്ങളതൊക്കെ ടേസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഇതിൽ ചിലത് ഞങ്ങളുടെ ഭർത്താക്കന്മാർ വിളമ്പുന്നത് കൊണ്ട് കുറച്ച് കൂടുതലങ്ങ് തട്ടിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓണത്തിന് നമ്മളൊക്കെ സദ്യ ഉണ്ടാക്കി കഴിച്ചവരാണ്. രാവിലെ എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കി കഴിച്ചപ്പോഴത്തേക്ക് അന്ന് ഭയങ്കര ടയേർഡായിരുന്നു. ഇന്ന് പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് സദ്യ കഴിക്കാമല്ലോ, ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു ടൈം ഉണ്ടല്ലോ. അങ്ങനെ എല്ലാ നമ്മൾ ഓണത്തിന് കഴിക്കാത്ത ഐറ്റംസ് കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആണല്ലോ. 2 തരം പായസം ഉണ്ടായിരുന്നു, പാലടയും പ്രഥമനും. പരിപാടികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡാൻസ് പരിപാടി മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പാട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കുന്ന തന്നെ അവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഭർത്താവ് എടുത്തു തന്നിട്ടുണ്ട്. നമ്മൾ ഉള്ളിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പുറത്ത് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ സദ്യ കഴിക്കുമ്പോൾ തന്നെ പിള്ളേർ ഓരോ പോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് പോസൊക്കെ ഇട്ടുകൊണ്ടേയിരുന്നത്. കൂടുതൽ കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാലും നമുക്ക് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശപ്പങ്ങ് മാറുമല്ലോ. അപ്പോൾ പിന്നെ കൂടുതൽ കഴിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ പരിപാടികളൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടി 3 പിള്ളേരെ വിളിച്ചപ്പോൾ നമ്മളെ മക്കൾ തന്നെ സ്റ്റേജിൽ കയറി കൂപ്പണൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് നമ്മൾ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.